हेलो दोस्तों, ഷാൻ സ്പോക്കൺ ഹിന്ദി पर आप सभी का हार्दिक स्वागत है। दोस्तोം ഇന്ന് നമ്മുടെ 45 ക്ലാസ്സുകളിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്ലാസ്സായ അതായത് ആദ്യ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ഹേയും ഹേയുടെ വിവിധ അർത്ഥങ്ങളും വിവിധ രൂപങ്ങളും ആ രൂപങ്ങൾ ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് എന്ന്. നമുക്ക് ഹേയുടെ എത്ര രൂപങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം അർത്ഥം ഈ ഹേയുടെ തന്നെയായിരിക്കും. ആണ്, ആകുന്നു, ഉണ്ട്, ഉള്ളത്, അത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഹും എന്നുള്ളത് മേമിന് സ്വന്തം, ഹോ എന്നുള്ളത് തുമ്മിന് സ്വന്തം, ഹേ എന്നുള്ളത് ആപ്പിന് സ്വന്തം. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ഈ സർവ്വനാമങ്ങളുടെ ഒക്കെ കൂടെ ഹമ്മിനും വേയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രഹ എന്നുള്ള ഒരു പ്രയോഗമാണ്. രഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് കൊണ്ടിരിക്കുക. ഇനി എന്താണ് കൊണ്ടിരിക്കുക? നമ്മൾ പറയാറുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, പാട്ട് പാടിക്കൊണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ നീ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നീ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സെൻറ്റൻസുകളൊക്കെ നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ രഹ എന്നുള്ള ഒരു പ്രയോഗം വെച്ചിട്ട് മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് രഹ എന്നുള്ളതിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹേയുടെ വിവിധ രൂപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്കിനി രഹ എന്നുള്ളതിൻ്റെ വിവിധ രൂപങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ രൂപമാണ് രഹ എന്നുള്ളത്, രണ്ടാമത്തെ രൂപമാണ് രഹേ എന്നുള്ളത്, മൂന്നാമത്തെ രൂപമാണ് രഹി എന്നുള്ളത്. ഇനി രഹ എന്നുള്ളത് രഹ എന്നാണെങ്കിലും രഹി എന്നാണെങ്കിലും അർത്ഥം കൊണ്ടിരിക്കുക എന്ന് തന്നെയാണ്. ഇനി രഹ എന്നുള്ളത് ആർക്ക് വേണ്ടിയുള്ളതാണ്? മെയിം, അതായത് ഒരാണിന് വേണ്ടിയിട്ടുള്ളത്. നമ്മളെ സംബോധന ചെയ്യുന്ന മെയിം എന്നുള്ള ഈ ഒരു സർവ്വനാമത്തിന്, അതായത് ഞാൻ എന്ന് പറഞ്ഞാലും അത് ഒരാളാണ്. അതുപോലെ തന്നെ അവൻ, വോ, അതുപോലെ തന്നെ തു, നീ, ഇതൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ നീ ഇതൊക്കെ വെച്ചിട്ട് മേം, വോ, തു എന്നൊക്കെ വെച്ചിട്ട് നമ്മളൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ വെച്ച് പറയുമ്പോൾ നമുക്ക് ഈ രഹ എന്ന് തന്നെ ചേർക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനിയുള്ളതാണ് രഹ എന്നുള്ളത്. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രയോഗം. അത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്ന് കണ്ടോ? തും, നിങ്ങൾ എന്നുള്ള ഈ ഒരു സർവ്വനാമം വരുമ്പോൾ, അതുപോലെ തന്നെ ആപ്പ്, അതുപോലെ തന്നെ വേ, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡുകൾ വെച്ചിട്ട്, അതായത് ഈ സർവ്വനാമങ്ങൾ വെച്ചിട്ട്. ഇനി മൂന്നാമത്താണ് രഹി എന്നുള്ളത്. ഇത് പിന്നെ ഒരു സ്ത്രീയോട് പറയുമ്പോഴും ഒരു സ്ത്രീ സ്വയം പറയുമ്പോഴുമാണ് രഹി എന്നുള്ള ഈ ഒരു പ്രയോഗം വരിക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്രിയാരൂപങ്ങളാണ്. ഞാനിവിടെ 2 ക്രിയാരൂപങ്ങളെ എടുത്തിട്ടുള്ളൂ. ഞാനിനി എത്ര ക്രിയാരൂപങ്ങൾ എടുത്ത് തന്നാലും നിങ്ങൾക്ക് ഈ ഒരു 2 ക്രിയാരൂപങ്ങളുടെ മേലെ അല്ലെങ്കിൽ ഒരു ക്രിയാരൂപങ്ങളുടെ മേലെ പഠിച്ചാൽ മാത്രം മതി. ബാക്കി ഏത് ക്രിയാരൂപങ്ങളും നിങ്ങൾക്ക് സ്വയം തന്നെ ഉണ്ടാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ടത് ക്രിയാരൂപങ്ങളുടെ യഥാർത്ഥ രൂപമാണ്. ഇവിടുത്തെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ ഖാന ഖാന എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥ രൂപം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ വെർബുകളുടെയും അവസാനം നാ കൂടി ചേർന്നാണ് ഒരു ക്രിയാരൂപത്തിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുപോവുക. അതാണ് ഖാന ഖാന. നമുക്ക് ഖാന എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 അർത്ഥമുണ്ട്. ഭക്ഷണം എന്ന അർത്ഥമുണ്ട്, കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ ഖാന ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു വെർബായി. ഓക്കെ, രണ്ടാമത്തെ ഒരു വെർബാണ് ജാന എന്നുള്ളത്. ജാന എന്ന് പറഞ്ഞാൽ പോകുക. ഓക്കെ, ഇനി നമുക്ക് ഈ ക്രിയാരൂപങ്ങളുടെ കൂടെ നമുക്ക് രഹ എന്നുള്ള കൊണ്ടിരിക്കുക എന്നുള്ള ഈ ഒരു പ്രയോഗം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്രിയാരൂപങ്ങളിൽ നിന്നും അവസാനമുള്ള ഈ നാ എന്നുള്ള ഈ അംശം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതായത് ഖാന ഖാന എന്നുള്ളത് ഖാന, ഈ നാ എന്നുള്ളത് കട്ട് ചെയ്ത് കളയുക അവസാനത്തെ. അപ്പോൾ ഖാന ഖാ എന്ന് കിട്ടും. രണ്ടാമത്തെ നിന്ന് ജാന എന്നുള്ളത് നാ എന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ജാ എന്ന് കിട്ടും. ഇനി ജാ എന്നുള്ളതിൻ്റെ കൂടെയും ഖാന ഖാ എന്നുള്ളതിൻ്റെ കൂടെയുമാണ് നമുക്ക് ഈ രഹ എന്നുള്ളത് കൂട്ടിച്ചേർക്കേണ്ടത്. കണ്ട, ഖാന ഖാ രഹ, ജാന എന്നുള്ളത് നാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജാ രഹ. ഓക്കെ, ഇനി ആരാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അത് മേ ആണെങ്കിലും തും ആണെങ്കിലും തു ആണെങ്കിലും ആപ്പാണെങ്കിലും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെ വരുമ്പോൾ ഏതൊക്കെയാണ് ചേരുക എന്നുള്ളത് കൊണ്ട് വ്യക്തമായിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്റൻസിലേക്ക് വരാം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. മാം, ഞാൻ, ഖാന, ഭക്ഷണം, ഖാ എന്നുള്ളത് ഖാന എന്നുള്ളത് നാ കളഞ്ഞു. അപ്പോൾ ഖാന ഖാ. ഇവിടെ രഹ എന്ന് പറഞ്ഞാൽ മേം എന്നുള്ളതിൻ്റെ കൂടെ രഹ എന്ന് ചേർന്നു. ഇനി ഞാൻ ഭക്ഷണം, കണ്ടതിൻ്റെ അർത്ഥമാണ് ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുക ആണ്. ഇവിടെ മേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവസാനം എന്താണ് ചേരുക എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേം ഹും, ഞാൻ ആണ്, അതായത് ഞാൻ ആണ്, ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മേ ഖാന ഖാ റഹാ ഹും. ഇനി ഇവിടെ ഖാന ഖാ എന്നുള്ള വെർബിന് പകരം മറ്റു ഏത് വെർബ് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് നാ എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് ഇവിടെ കൊണ്ടിടാം. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് സ്വയം ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ ഈ രഹി എന്നുള്ളത് ഈ രഹ എന്നുള്ളതിൻ്റെ പകരം ആഡ് ചെയ്തിട്ട് വേണം പറയാൻ. മേ ഖാന ഖാ രഹി ഹും, മേ ഖാന ഖാ രഹി ഹും, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കി നോക്ക്. തും, നിങ്ങൾ, ക്യാ, എന്ത്, ഖാന എന്നുള്ളത്തെ
ഖാന എന്നുള്ളത് നാ കട്ട് ചെയ്ത് കളഞ്ഞു, ഖാ എന്ന് മാത്രമേ ഇനി ഇവിടെ ചേർന്നിട്ടുള്ളൂ. തും ക്യാ ഖാ രഹേ ഹോ. കണ്ടേ, രഹേ. രഹേ എന്നുള്ളത് തുമ്മിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, രഹേ, തും, നിങ്ങൾ, അതുപോലെ തന്നെ ആപ്പ്, വേ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് രഹേ എന്നുള്ളത്. ഇത് നമ്മൾ ആദ്യം തന്നെ പഠിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മളുടെ ഹിന്ദി വളരെ നല്ലൊരു ഹിന്ദിയായിട്ട് മാറും. അതായത് നിങ്ങൾ, തും, ക്യാ, ഖ, രഹേ, രഹേ, ഹോ. അതായത് തുമ്മിന് വേണ്ടിയിട്ടുള്ളതാണ് ഹോ എന്നുള്ളത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. തും, ഹോ, നിങ്ങൾ ആണ്. അതായത് നിങ്ങൾ, തും, ഹോ, നിങ്ങളാണ്. നിങ്ങൾ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തും ക്യാ ഖാ രഹേ ഹോ, നിങ്ങൾ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് രഹേ എന്നുള്ളത് നമ്മൾ രഹീന്നാക്കി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. തും ക്യാ ഖാ രഹി ഹോ, നിങ്ങൾ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ. അതല്ല ഇനി നിങ്ങൾ തും ക്യാ ഖാ രഹേ ഹോ എന്ന് ചോദിച്ചാലും യാതൊരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, ഇനി മൂന്നാമത്താണ് ആപ്പ് കഹാം ജാ രഹേ ഹേ. ആപ്പ് കഹാം ജാ രഹേ. ആപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഹേ എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ആപ്പ് ഹേ, താങ്കൾ ആണ്. ആപ്പ്, താങ്കൾ, കഹാം, എങ്ങോട്ട്, ജാന എന്നുള്ളത് നാ കളഞ്ഞു, രഹേ, രഹേ ആപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ആപ്പ് കഹാം ജാ രഹേ ഹേ, താങ്കൾ എങ്ങോട്ട് പോകുകയാണ്, താങ്കൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്കൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി മനസ്സിലാക്കേണ്ടത്, ഇതൊരു സ്ത്രീയോടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആപ്പ് കഹാം ജാ രഹേ എന്നുള്ളത് രഹി എന്നാക്കി മാറ്റി പറഞ്ഞാൽ മാത്രം മതി. ആപ്പ് കഹാം ജാ രഹി ഹേ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഞാൻ എത്ര ക്രിയകൾ നിങ്ങൾക്ക് മുന്നിൽ ഇട്ട് തന്നാലും ഈ 3 ക്രിയാരൂപങ്ങളുടെ കൂടെ ഈ തരത്തിലുള്ള സെൻറ്റൻസിലേക്ക് നിങ്ങൾ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ കുറച്ച് ക്രിയാരൂപങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.